അങ്ങനെ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഞാ പറയാനുള്ളത് അല്ലേ? ഓർമ്മ ഉണ്ടായിരിക്കും, ഓർമ്മ ഉണ്ടാ സ്ഥലം? പിന്നെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ആ തോട്ടത്തിൽ കയറി, അവിടെ കയറിയിട്ട് ചെയ്തു ചോദിച്ച സംഭവമാണ് ഇനി പറയുന്നത്. അവിടെ എത്തിക്കണില്ല ഇടവിട്ട് പോയി, ഞാൻ വിഷയം പറഞ്ഞു പോകുന്നല്ല. പിന്നെ അമ്മ കുന്തു അന ഉണ്ടോ, അമ്മ അന ഫകുന്തു അശബ്ബൽ ഖൗം വഅജ്ലദഹും, ഞാൻ അവരിൽ നിന്ന് യുവാവാണ്, ആരോഗ്യമുള്ളവരാണ്, കാണാൻ വേണ്ടിട്ട് അതൊക്കെ വായിക്കണ്ട. അപ്പൊ കുന്തു അഖ്റുജു, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വഷ്ഹദുസ്സലാത്ത, ഞാൻ നിസ്കാരത്തിന് പോകും, അയൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെ കൂടെ, വഅതൂഫു ബിൽ അസ്വാഖി, അങ്ങാടിയിൽ ഇങ്ങനെ കറങ്ങും, വലാ യുകല്ലിമുനി അഹദുൻ, ഒരാളും എന്നോട് മിണ്ടൂല, വആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുത്തുക്ക് ചൊല്ലും, ഫൗസല്ലിമു അലൈഹി, അവരുടെ മേൽ സലാം പറയും, വഹുവ ഫീ മജ്ലിസിഹി ബഅദ സ്വലാത്തി, നിസ്കാരം കഴിഞ്ഞ മജ്ലിസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, സാധാരണ ഇരിക്കണാണ്. ഞാൻ എന്റെ മനസ്സിലിങ്ങനെ പറയും, ചുണ്ടേറ്റ അനങ്ങിയോ, ഉറക്ക പറഞ്ഞില്ലെങ്കിൽ ഒരു മെല്ലെ പറച്ചില് അതെങ്കിലും ഉണ്ടായോ എന്ന് നോക്കും. അൽ ഹറക ശഫതൈഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുണ്ടിനെ അനക്കിയോ, ബിറദ്ദിസ്സലാം അംലാ, സലാം മടക്കൽ കൊണ്ട് ഉറക്ക പറയാതെ ചുണ്ടിങ്ങനെ അടക്കി അലൈക്കും അസ്സലാം എന്ന് പറയുന്ന രൂപത്തില് ണ്ടോ, അതിങ്ങനെ ശ്രദ്ധിച്ചു നോക്കും ഞാൻ ണ്ടോ, ഇല്ല. പിന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കും, തൊട്ടടുത്ത് ഇങ്ങനെ പോയിക്ക, ഒന്ന് എന്തെങ്കിലും ചോദിച്ചിട്ടെങ്കിച്ചിട്ടാണ്, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിച്ചിട്ടാ. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ അങ്ങനെ കട്ട് നോക്കും, അഥവാ വാൽക്കണ്ണോട് ഇങ്ങനെ നോക്കും, അടുത്തിക്കണ ആളങ്ങനെ കാണൂല, അങ്ങനെ തിരിഞ്ഞു നോക്കൊന്നും വേണ്ടല്ലോ. മനസ്സിലാവുണ്ടോ? ചില ആൾക്കാർ നിസ്കരിച്ചുമ്പോ കട്ട് നോക്കേ, ഭയങ്കര നോട്ടാണ്, റോട്ടും കൂടി പോണവരൊക്കെ കാണുന്നുണ്ടാവും. ചില ആൾക്കാർ അറിയാതെ മൊത്തം തിരിച്ചിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തിൽ തിരിയാൻ പറ്റുമോ? തിരിയാൻ പറ്റൂലേ, നിസ്കാരത്തിൽ തിരിയാൻ പാടില്ല എന്നല്ല, സുജൂദിന്റെ സാധനം നോക്കരുത് എന്നാണ് നമ്മളെ ശ്രദ്ധയാണ് ഇപ്പൊ. അതെ, നമ്മളെന്ത് ചെയ്യും, പെട്ടെന്നുണ്ടാവും പോണീന്റെ കൂടെ ഇങ്ങനെ പോകും, ഉറുമ്പ് കൊണ്ട് ഉറുമ്പിന്റെ കൂടെ നമ്മളും പോയിട്ടുണ്ടാവും, ശ്രദ്ധേന്റെ കൂടെ പോവാണ്, അതാണ് പറ്റാത്തത്, അവരൊന്നും ചെയ്യൂല. അപ്പൊ എന്ത് ചെയ്യും, എന്നാൽ വാൽക്കണ്ണോട് ഇങ്ങനെ നോക്കുന്ന, കണ്ണ് തിരിക്കണമെന്നില്ല, നിസ്കാരത്തിൽ നെഞ്ച് തിരിയാൻ പാടില്ല, നിസ്കാരം പാത്തിലാവും. മുഖം തിരിച്ചാൽ കറാത്ത് വരും. എന്നാ വാൽക്കണ്ണിട്ട് ഇങ്ങനെ നോക്കിയാലോ, ഇപ്പൊ തൊട്ടടുത്ത് ആരോ ഒരാൾ വന്നു, തിരിഞ്ഞു നോക്കാൻ പറ്റൂല. അപ്പൊ എന്താ, അങ്ങനെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ ആരാണ്, അങ്ങനെ നോക്കും. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇങ്ങട് നോക്കണ്ടോന്നാ നോക്കണതേ. ഉണ്ടോ, മുത്തനബി എങ്ങനെ സൈഡിൽ കട്ട് നോക്കുക എന്നാണ് ഇവര്, നേരെ നോക്കാതിരിക്കുക, നേരെ തിരിഞ്ഞു നോക്കണമെന്നില്ല, അങ്ങനെ വാലിട്ട് സൈഡിലേക്ക് നോക്കുക. ഞാൻ നിസ്കരിക്കാൻ അങ്ങോട്ട് തക്ബീർ കെട്ടിയാൽ മുത്തനബി എങ്ങനെ നോക്കും. അപ്പൊ എന്തൊരു നല്ല ചെറുപ്പക്കാരൻ, എന്താലേ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാതെ ആയപ്പുണ്ടായൊരു വിഷമേ ഉണ്ടോ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് തിരിഞ്ഞാലോ, തിരുമ്പോതിന് മുഖാണ് തിരിക്കും ചെയ്യും. അപ്പൊ ഈ വാൽക്കണ്ണോട് ഇങ്ങനെ നോക്കുമ്പോ കണ്ടതാണ് ഇങ്ങോട്ട് നോക്കണത്. അപ്പൊ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് മനസ്സിലായി, പക്ഷെ പ്രകടിപ്പിക്കാൻ ചാൻസ് ഇല്ല. കാരണം അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിളിയാളം വന്നപ്പോ അതിന് കൂടെ നീല എന്നാണ് പ്രശ്നം. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഒരു സംഘടനയിൽ ചേർന്നാല് ആ സംഘടനയിൽ കുറെ ബൈലോകൾ ഉണ്ടാവും. ആ ബൈലൊക്കെ തെറ്റിക്കുമ്പോ എന്താവും, ചിലപ്പോ എന്താവും, പണിഷ്മെന്റ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ വിട്ടു നിർത്തേണ്ടി വരും, ചിലപ്പോൾ എന്താവേണ്ടി വരും, പിന്നെ തൽക്കാലത്തിന് 6 മാസം പിന്നെന്താവും, മാറ്റി നിർത്തും, സ്ഥാനം ഒഴിവാക്കും, ഒക്കെ ചെയ്യും. അപ്പൊ തോന്നിയവർക്ക് ചാടിപ്പോലൊന്നല്ല. യഥാർത്ഥമായി ആ ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയില്, സംഘടനയാണ് ഈ സംഘടനയില്, ആ നിന്ന് അതിൽ അടിയുറച്ചു നിൽക്കുക. അതിലും ചിലപ്പോൾ ശാസനം ഉണ്ടായിരിക്കും, ശിക്ഷ ഉണ്ടായിരിക്കും, ഒക്കെ ഏറ്റുവാങ്ങാം. ഇപ്പൊ എന്താവും, ജില്ലാ കമ്മിറ്റി നേരെ താഴ്ത്തി അതിന്റെ താഴെ കമ്മിറ്റിക്ക് ആക്കും. ഇതിനൊന്നും വിട്ടുപോകലല്ല പതിവേന്ന്. ഇവരൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം സത്യമായ മതത്തിലാണ് അവർ ഉറച്ചു കൂടിയിട്ടുള്ളത്. അപ്പൊ സംഘടനാ ബോധമുള്ള ആളുകൾ, അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾ ചെയ്യേണ്ടതാണ് എല്ലാത്തിലും, ഒന്നിലെന്ന് മാത്രമല്ല.
എന്തെങ്കിലും ഒന്ന് ചൂന്ന് പറയുമ്പോത്തിന് എന്താവും അണ്ട് ഇറങ്ങി ഒപ്പമുള്ളവരൊക്കെ കൂട്ടി ഒരു പ്രകടനം, അല്ലെങ്കിൽ കരിങ്കൊടി കാട്ടിയിട്ടും ഒക്കെ. സ്വന്തം സെക്രട്ടറിക്ക് പാർട്ടി നേതാവിന് വേണ്ടി ഇതൊന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇമാമിനെ പള്ളിക്കാൻ മൂലയർക്ക് ഇതിൽ എന്ത് ചെയ്യാ, മൂലയർ നിങ്ങളിപ്പം നടന്ന വീഡിയോ കുറ്റി കളിച്ചിട്ട് മനുഷ്യാന്ന് ചോദിച്ചു പോയി. അല്ലെങ്കിൽ സെക്രട്ടറിനോട് വെച്ച് എന്തിയപ്പങ്ങൾ ശമ്പളം കൊണ്ടുവരാൻ വെക്കി വെച്ച് ഇതിനൊക്കെ എന്ത് ചെയ്യാൻ മൂലയർ പിടിച്ചിട്ടില്ല, അതൊന്നും ഒപ്പുപെട്ടതല്ല. നമ്മളൊരു സെറ്റപ്പിൽ നിൽക്കണം. ആ ഇമാമ് നമ്മളെ മേലിൽ ഭരണാധികാരിയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത മുഴുവൻ തീരുമാനം അംഗീകരിച്ചു. മുഴുവൻ തന്നെ മുഴുവൻ. ഇനി അതിന്റെ അവസാന ഘട്ടമുണ്ട്, സങ്കടം വന്നു കേൾക്കുമ്പോ. അത് ചോദിങ്ങള് ഉണ്ടോ? അപ്പൊ ഇങ്ങനെ നോക്കുന്നുണ്ട്, പക്ഷെ സലാം മടക്കുന്നില്ല. അങ്ങനെയാണ് മുസ്ലിമീങ്ങൾ എന്നെ പിരിയല് വളരെ ദീർഘമായി പോയി. അതിനിടയിൽ ഞാൻ അങ്ങനെ നടക്കും. എന്റെ എളാപ്പാന്റെ അവരെന്റെ എളാപ്പാന്റെ മോനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിന്റെ മതിലിൽ ഞാൻ കയറി. അവരെന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവനും, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ടുമാണ്. ഞാൻ അവരെ മേലില് അബൂ ഖത്താദയോട് സലാം ചൊല്ലി. ഇപ്പൊ വല്ലാഹി പടച്ച റബ്ബാണ് സത്യം, അബൂ ഖത്താദിന്റെ സലാം മടക്കില്ല. നോക്കാണ് നിങ്ങള് അല്ലേ, അവിടെ കുടുംബ ബന്ധത്തിനല്ല പ്രാധാന്യം നൽകിയത്. ഈ മതിലിന്റെ ഉള്ളിൽ ഓരോമ്പിൽ മാത്രമല്ലേ ഉള്ളൂ, തോട്ടത്തിനുള്ളില് വേറെ ആരെയും വരാണ്ടോ? ഇല്ല, സാറില്ല, ഞാനിപ്പോ ഓലൊക്കെ നിയമം പാലിച്ച് എന്നോട് മുണ്ടാന്നാണെന്ന് പറഞ്ഞൂടെ? എന്നോട് വെറുപ്പൊന്നുമില്ല, ഞാൻ എൻ്റെ സ്വന്തം ആളേനല്ല, എനിക്കറിയില്ല നമ്മളോ സ്വന്തമാണെന്ന്. ഞങ്ങാടി നിന്നോട് വർത്താനം നിൽക്കണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നോ? മിണ്ടിയില്ല. എന്തുകൊണ്ട്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി പറഞ്ഞാണ്. പിന്നെ പറയില്ല. അപ്പൊ മഹലിന്റെ പ്രസിഡന്റ് പറയണേ, ഇന്ന ആളെ മഹലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, നമ്മൾ കൊടി പിടിച്ചെല്ലാം ഉണ്ടത്, അയാളുടെ കാര്യം അന്വേഷിക്കണം. എന്നാണോ അതിന് തീരുമാനം തന്നെ? അതിനൊരു പവർ കമ്മിറ്റി ഇല്ല അവിടെ, അവരൊരു ഉചിതമായ തീരുമാനം എടുക്കട്ടെ. ഇനി വല്ലതും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കമ്മിറ്റിയിലാ പോയി പറയണ്ടേ, അല്ല ഓൻ്റെ ഒപ്പം കൂടി 4 ആളെ കൂട്ടിയിട്ട് അവിടെ പ്രശ്നങ്ങളാവില്ല. ഇങ്ങനെ ഒരു സംഭവം കേട്ട് എന്താണ് അതിന്റെ ജസ്തി എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു കൊടുക്കുമല്ലോ സംഭവം. ഇവർ ചോദിക്കാത്ത എന്തുകൊണ്ടോ? ചോദിക്കേണ്ട ആവശ്യമില്ല, വളരെ സ്പഷ്ടമായി എല്ലാവരുടെയും സമ്മതിച്ചല്ലേ ഞാൻ യുദ്ധത്തിന് വന്നില്ല എന്ന്, കേട്ടോ. അതാ ഞാൻ പറഞ്ഞു ലഹു അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, യാ അബാ ഖത്താദ, അബൂ ഖത്താദേ, അൻഷുദുക ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഹൽ തഅലമുനി, അനക്കിന്നറിയില്ലേ? എന്താ എനിക്ക് ഇത്ര സംശയം? എനിക്ക് ഇന്ന അറിയില്ലേ? ഞാനൊരു മുസ്ലിം അല്ലയോ? ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനക്ക് അറിയില്ലേ? അബൂ ഖത്താദ ഒന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, ഞാൻ വീണ്ടും മടക്കി ചോദിച്ചു, അള്ളാഹുവാണ് സത്യം എന്ന് വീണ്ടും പറഞ്ഞു. അതിനും മറുപടി പറഞ്ഞില്ല. വീണ്ടും ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം അബൂ ഖത്താദ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനക്കറിയില്ലേ? അള്ളാഹു റസൂലും ആയാലും അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അറിയാം. നമ്മൾ പറയണ മലയാളാണ് പോലെ അറബി പറഞ്ഞത്. നമ്മളെന്താ പറയാ? ആവോ ഇക്കറിയില്ല അറിയാം. നമ്മളെ മലപ്പുറക്കാർക്ക് ആവക്കറിയില്ല എന്നാണല്ലോ പറയാ, അല്ലെങ്കിൽ എനക്കറിയില്ല അറിയാം അല്ലേ? കാസർഗോട്ടരാണെങ്കിൽ അനക്കറിയില്ല അറിയാം, അണക്കറിയില്ല അറിയാം. അതന്നെ, അണക്കറിയില്ല അറിയാം. അതന്നെ. അപ്പൊ ആ വിവരമില്ല. അതിന് അവര് പറയുന്നത് ശരിക്കും അതാണ് പറയേണ്ടത്, അള്ളാഹു റസൂലും ആയാലും അറിവില്ല എന്ന് പറയരുത് എന്ന്. മനസ്സിലായില്ല? അതായത് ഒരു നെഗറ്റീവ് കലാം എപ്പോഴും ഉണ്ടാവാൻ പാടില്ല, പോസിറ്റീവ് മാത്രം പറയണം എന്നാണ് ഇത് പഠിപ്പിക്കണേ. മനസ്സിലാണ്ടോ? ഇവിടെ എവിടെ കുട്ടി പള്ളിയുള്ളത്? കാക്ക എനിക്കറിയില്ല, നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ. എനിക്കറിയില്ല എന്നുള്ളൊരു മെസ്സേജ് നമ്മൾക്ക് തന്നെ നൽകുകയാണ്. അറിയൂല, ഞാൻ അറിവില്ലാത്തവനാണ് എന്നൊരു മെസ്സേജ് നമ്മൾക്ക് തന്നെ കൊടുക്കണേ. അത് ചെയ്യരുത്. പിന്നെന്താ അറിയേണ്ടത്? ആ പീടി ചോദിച്ചു നോക്കി, നിങ്ങൾ ആ പീടി ചോദിച്ചു നോക്കി. എനിക്കറിയില്ല എന്ന് പറയണ്ടല്ലോ, നിങ്ങൾ ആ പീടി ചോദിച്ചു നോക്കി. അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനല്ല കേട്ടോ പറഞ്ഞ. അതിനാണ് അള്ളാഹു റസൂലു ആലം, അള്ളാഹു റസൂലു ആലം, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും അറിയും. എനിക്കറിയില്ല എന്ന് പറയണില്ല. സംഗതി അതിന്റെ ഉദ്ദേശം അതാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയേണ്ടത് അങ്ങനെയാണ്. നമ്മളെപ്പോഴും എന്താവണം?
എന്റെ അടുത്തുണ്ടോ? ഇല്ല 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 ഇല്ല, തരൂല, കൊടുക്കൂല, ഇല്ല, ഇതിങ്ങനെ പറയരുത്. പിന്നെ ഇല്ലായ്മയിലേക്ക് പോകുന്നു. പിന്നെ കുറച്ച് പൈസ എടുക്കാണ്ടോ വെച്ച്, പൈസ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ മറ്റൊരു ആവശ്യത്തിനുള്ളതാ. ഇപ്പൊ ഞാൻ എങ്ങനെ തരാന്ന് ആലോചിച്ചിട്ട് വേണമെന്നറിയാം. കൊടുക്കാണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ഇല്ലുള്ളൊരു വഴി അറിഞ്ഞു കൊടുക്കാം. ഇതാ മറ്റവനോട് ചോദിച്ചോക്കാം, അപ്പം മനസ്സിലായാലും എൻ്റെ അടുത്തില്ലാന്ന്. എന്നാൽ ഷഫീഖിനോട് ചോദിച്ചോക്കെ അറിഞ്ഞു, അപ്പം മനസ്സിലാക്കുമല്ലോ എന്ത് എൻ്റെ അടുത്തില്ലായിട്ടാണ് പറയണതെന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലോ. ദരിദ്രം വന്നപ്പോൾ ഇവിടെ ആരാ വിരുന്ന് വിട്ടെന്ന് ചോദിച്ചത്. ആദ്യം നീച്ചൊന്ന് പെരയിലൊക്കെ പോയി നോക്കി പോകുന്നത്, ഒന്നും പറഞ്ഞൊന്നുമില്ല. പെരയിലൊക്കെ ഒന്ന് പോയി നോക്കി പോകുന്നത്. ആ ഭാര്യയുടെ അതിൻ്റെ അപ്പുറത്തെ ഭാര്യയുടെ ഒക്കെ വീട്ടിൽ പോയി നോക്കി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഈ വിരുന്നുകാരൻ ആരോ ചോറ് കഴിക്കാൻ കൊണ്ടുപോയി. അപ്പൊ ഞാൻ കൊണ്ടേക്കോളാറ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇപ്പൊ പോയത് എന്തിനാ, ഇവർക്ക് ഭക്ഷണം തേടി പോയത്, അവിടെ ഒന്നും ഇല്ലായിട്ട് തിരിച്ചു പോകുന്നതാണേ. എന്നാലും ഇല്ലാന്ന് പറഞ്ഞില്ല, എന്റെ അടുത്ത് ഒന്നുമില്ല, നിങ്ങൾ ചെയ്യുമോന്നല്ല. അങ്ങനെയാണ്. മറ്റു ചില സമയത്ത് പിന്നെ ധനം ചോദിച്ചു വന്ന് ഇദ്ദേഹത്തിന് സംരക്ഷിക്കാൻ ആരെടുത്ത് എത്തിക്കാൻ കഴിയണവരുണ്ടോ, ആരെങ്കിലും അടുത്ത് കൊണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നവരുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ ആയിക്കോട്ടെ, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാറ്. അപ്പോഴും എന്തല്ല, എന്റെ അടുത്തില്ല, ഞാൻ കയ്യൂല എന്നല്ല. അപ്പൊ എപ്പോഴും പോസിറ്റീവുകൾ മാത്രം പറയുന്ന സിസ്റ്റാണ്. നമ്മളും ശീലിച്ചാൽ മതി. അറബി പറയണം അല്ലാഹു റസൂലു ആയാലെന്ന് പറയണം, അല്ലേ മിനിമം അള്ളാഹു ആയാലെന്ന് പറയണം. അള്ളാഹുവാണ് വലിയ അറിവുള്ളവൻ. അങ്ങനെ താലിമിനൊക്കെ പറയണ്ടല്ലോ അല്ലേ. അറിവില്ല ഒരു കാര്യത്തെ ചോദിച്ചാൽ അള്ളാഹു ആയാലെന്ന് പറയണം എന്നാണ്. ഓനാണ് വലിയ അറിവുള്ളവനേന്ന് പറയണമെന്ന്. ഏതായാലും അതുകൊണ്ട് മനസ്സിലായി, ഈ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇദ്ദേഹത്തോട് സംവദിക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലായി. ഇപ്പൊ പാലത്തായിനായ ഇതാണ് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് ഒലിച്ചു പോയി, അഥവാ കരഞ്ഞു. ഞാൻ പിന്തിരിഞ്ഞു, രക്ഷയില്ലല്ലോ. ഞാൻ മതിലിന്റെ മുകളിൽ കയറി. ഞാൻ മദീന ഷരീഫിന്റെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുകയാണ്. ഇതാ ഷാമുകാരിൽ നിന്നുള്ള ഒരു സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ, മിമ്മൻ ഖദിമ ഷാമിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളുമായി വന്നിട്ട് അത് വിതരണം ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. മദീന, അവര് മദീനയിൽ വന്നിട്ട് ഷരീഫിൽ വന്നിട്ട് ആ സാധനങ്ങളൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യഖൂലു, അയാളിങ്ങനെ പറഞ്ഞു, കഅബ് ഇബ്നു മാലിക്കിന് ആരെയും കാണിച്ചോ എന്നിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഇയാളെ ഈ ന്യൂസ് അവിടെ കിട്ടിയിട്ട് അയാളെ ക്രിസ്ത്യാനിസത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാ. ജനങ്ങൾ ആ നബിക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഇലയ്യ എന്നിലേക്ക്. അതാ നിങ്ങൾ ചോദിച്ച ആളാണ് ആ വരുന്ന ചെറുപ്പക്കാരൻ, അയാളോട് പോയി ചോദിച്ചോളൂ. ായ മനുഷ്യൻ എന്റെ അടുത്ത് വന്നു. ഖസ്സാൻ രാജാവിന്റെ ഒരു ലെറ്റർ ആണ് എന്ന് പറഞ്ഞിട്ട് തന്നു. രാജാവ് നേരിട്ട് എഴുതിയതാണ്, അയച്ചതാണ്. ചെറിയ ക്ഷണമൊന്നുമല്ല, വലിയ ക്ഷണാണ്. മനസ്സിലാവുണ്ടോ? കൊന്തു കാത്തിബൻ, ഞാൻ എഴുത്തും വായനക്ക് അറിയുന്ന ആളായിരുന്നു. അതാ കാത്തിബൻ എന്ന് പറഞ്ഞാൽ എഴുതുന്ന ആളാണ്. എഴുതുന്ന ആളുകൾക്ക് വായിക്കാൻ കഴിയുള്ളേ, വായിക്കുന്ന ആളുകൾക്ക് എഴുതാൻ കഴിയുള്ളൂ. 1000 വാക്ക് വായിക്കുമ്പോഴേ ഒരു വാക്ക് തെറ്റുകൂടാതെ എഴുതാൻ കഴിയുള്ളൂ എന്നാണ്. നമ്മൾ ആദ്യം തന്നെ എഴുതാനല്ലേ പഠിപ്പിക്കുക അല്ലേ? കുട്ടികൾ 2 വാക്ക് പഠിപ്പിക്കുന്നത് 3 വാക്ക് നമ്മൾ എഴുതിക്കും. ആദ്യം വായിച്ചു പഠിപ്പിക്കണം. കുറേ വാക്കുകൾ, വ്യത്യസ്ത വാക്കുകൾ വായിച്ച് പഠിപ്പിക്കണം. പിന്നെയാണ് എഴുതി പഠിപ്പിക്കാൻ പാടുള്ളൂ. ആദ്യം പറയണം എന്നാണ്. അധ്യാപകൻ ആദ്യം ഉച്ചരിക്കണം, കുട്ടികൾ കേട്ടുച്ചരിക്കണം, പിന്നീട് അധ്യാപകൻ എഴുതണം, പിന്നെ കുട്ടികളെ അനുകരിച്ച് എഴുതണം എന്നാണ്. നാളതൊക്കെ എഴുതി കൊണ്ടുപോണ്ടെന്ന് പറയരുത് എന്നാണ്. നാളതൊക്കെ 2 പുറം നിറച്ച് എഴുതിന് കൊടുന്നുകൊണ്ടിട്ട് അറിയാം. എന്നിട്ട് കൊടുന്ന ഈ തലക്കെന്ന് ആ തലക്ക വരെയുള്ള ശരിയും കൊടുക്കുക, അതിന് 100 മാർക്കും കണ്ണിമി കൊടുക്കല്ല, പ്രോത്സാഹിപ്പിക്കണം, വേണ്ടെന്നല്ല. അപ്പൊ തെറ്റ് തിരുത്തൂല കുട്ടി. ഇതൊക്കെ തെറ്റാണ്. 1ാം ക്ലാസ്സിലത്തെ ഉസ്താദ് നല്ല ഉസ്താദ്, എനിക്ക് എന്നും 100 മാർക്ക്, ഇയാള് ഒരു ജായ് ഉസ്താദാണ്, ഒന്നും പറയണില്ല. പിറ്റേന്ന് പരാതി ആവൂലേ, അത് വരരുത് എന്ന്. എല്ലാരും ഉള്ളതുകൊണ്ട് പറയണേ കേട്ടോ. പോട്ടെ.
പിന്നെ അപ്പോ ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എഴുതാനും വായിക്കാനൊക്കെ അറിയും. ഫഖറഅതു, ഞാൻ ആ രാജാവിന്റെ കിതാബല്ലേ ഒന്ന് വായിച്ചു നോക്കട്ടെ. ഫൈദാ ഫീഹി, സുബ്ഹാനല്ലാഹ്, ലെറ്ററിലുണ്ടായിരുന്ന ആ സമയത്ത് അതിലുള്ളത് അമ്മാ ബഅദു ഫഇന്നഹു ഖദ് ബലഗനാ അന്ന സാഹിബക ഖദ് ജഫാക വലം യജഅൽകല്ലാഹു ബിദാരി ഹവാനിൻ വലാ മൽജഅ ഫഅൽഹിഖ ബിനാ നുവാസിക. ലെറ്ററിലുണ്ടായിരുന്ന എഴുത്താണ് ഇപ്പൊ എന്താ പറഞ്ഞത്? അമ്മാ ബഅദ്, അത് അറബിയിൽ നിന്ന് ഉണ്ടോ, ബിസ്മി ഹംദു സലാത്തൊക്കെ സലാമൊക്കെ എഴുതിയിട്ടാണ് എഴുതുന്നതാണ്, അല്ലെങ്കിൽ ആമുഖത്തിന്റെ ശേഷം എന്നൊക്കെ പറയും. ഫഇന്നഹു ഖദ് ബലഗന, ഞങ്ങൾക്ക് വിവരം ലഭിച്ചു, അന്ന സാഹിബക, നിന്റെ കൂട്ടുകാരൻ, കൂട്ടുകാരനോട് ഉദ്ദേശിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഖദ് ജഫാക, നിന്നെ വെടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. വലം യജഅൽകല്ലാഹു ബിദാരി ഹവാനിൻ, നിന്നെ ഒരു നിസാരതയുടെ കൂട്ടത്തിലൊന്നും വീട്ടിലൊന്നും അല്ലാഹു പെടുത്തിയിട്ടില്ല. വലാ പായായിപ്പോയ ആരുമില്ല, നിരാലംബൻ എന്നൊക്കെ പറയും. ഒരംഗീകരിക്കാൻ ആളില്ലാതെ സ്വീകരിക്കാൻ ആളില്ലാത്ത ഒരു ലോക്കൽ അങ്ങൊന്നും അല്ല നീയേന്ന്. നീയൊക്കെ വളരെ ഉഷാറാണ്. അതുകൊണ്ട് പല്ലിക്കബീന, ഞങ്ങളെ കൂട്ടത്തിൽ കിടുവാൻ നുവാസിക്ക, ഞങ്ങൾ നിന്നോട് ബന്ധം പുലർത്തി കൂടെ കൂട്ടിക്കോളാം. ഏത് നിലക്കും സ്വാഗതം എന്നാണ്. സ്വാഗതം ടീച്ചേഴ്സൊന്നും കേട്ടിട്ടില്ലേ? പറയാലോ, വന്നാൽ ഞങ്ങൾ സ്വീകരിക്കും, ചർച്ചക്ക് വരട്ടെ, അപ്പൊ ഞങ്ങൾ സ്വീകരിക്കുന്നതാ. എന്തിന്? ആദ്യം തന്നെ പറഞ്ഞിട്ട് വല വീശിയിട്ടാണ് ഹൈക്കടി ചാടിക്കോട്ടെ വിചാരിച്ചിട്ടേ കേട്ടോ. ഏട്ടാ അവിടെ നിന്നൊക്കെ ആ കളി ഇവിടെയും കളിച്ചൂലേ? വെള്ളം പറ്റണതിന് മുമ്പ് ചാടിയിട്ടുണ്ടെങ്കിൽ ആ ചാട്ടം പെടുന്ന അപ്പുറത്തേക്കും ചാടൂലേ? പേടിക്കണ്ടേ? വെള്ളം പറ്റുമ്പോ ചാടണോ? ചാട്ടണ്ട, ആ ചാട്ടല്ലത്. വെള്ളം നിറയുമ്പോ ചാടുക. നിങ്ങൾ ഒരിക്കലും ഒതുങ്ങിക്കൂല, അടുത്തേക്കും ചാടും അല്ലേ? കുളം നിറയുമ്പോ ചാടുന്നിട്ടില്ലേ നിങ്ങള്? അതെന്നായി. അപ്പോ ബഹുമാനപ്പെട്ട കഅബ് നോക്കുകയാണെങ്കിൽ ആ ഈമാന്റെ ജ്വലനാണത്. ഒരു കുറ്റത്തിൽ പോയി പെടാതെ, ഒരു വശീകരണത്തിൽ അകപ്പെടാതെ ഈമാൻ സംരക്ഷിക്കപ്പെടുകയാണ്. എന്താ പറഞ്ഞത്? പൊക്കുൽത്തു, ഞാൻ അപ്പ എന്റെ മനസ്സിൽ പറഞ്ഞു, ഹീന ഖറഅതുഹ, ആ ഗസ്സാൻ രാജാവിന്റെ എഴുത്തങ്ങോട്ട് വായിച്ചപ്പോ, വാദിഹി അയ്ളം മിനൽ ബലാ, ഇത് മറ്റൊരു പരീക്ഷണമാകുന്നു, മറ്റൊരു പരീക്ഷണമാകുന്നു എന്ന. അതുകൊണ്ട് ഞാൻ അടുപ്പിലേക്ക് അങ്ങോട്ട് കരുതി, അടുപ്പ് കൊണ്ട് ഞാൻ കത്തിച്ചു. കത്തിങ്ങനെ എടുത്തു നോക്കുമ്പോഴല്ലേ പിന്നെ ഓർമ്മ വരാ, അതാണ് കൊണ്ടുപോയിട്ടാണ് കത്തിച്ച് കളഞ്ഞു. അങ്ങനെ ഈ പിന്നെ ഊരുവിലക്കിന് 40 ദിവസം തികയാൻ പോവുകയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പള്ളിക്കൊന്നും ഒരാൾ മുണ്ടണില്ല, എളാപ്പാനെ പോലും മോൻ പോലും സലാം പറഞ്ഞില്ല. നാട്ടിൽ ഇറങ്ങിയാൽ തോന്നുന്നു ഇത് ഏതോ ഒരു അന്യ നാടാണ് തോന്നുന്ന രൂപത്തിൽ. അങ്ങനെ 40 ദിവസമായപ്പോണ്ട് ഒരാളിങ്ങനെ നേരെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊരാശ്വാസം, ഓപ്പനോട് വർത്താനം പറയാൻ വരികയാണല്ലോ എന്നൊരു തോന്നല്. അപ്പടെ നിന്നപ്പോ എന്താ പറഞ്ഞറിയോ? അതാ മിനൽ ഖംസീന, 50 ദിവസത്തിൽ നിന്നുള്ള 40 ദിവസവും കഴിഞ്ഞപ്പോൾ പിന്തിയിട്ടുണ്ട്. ഇതുവരെ ഞങ്ങളെ കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ല. വഹയ്യിന്റെ അറിയിപ്പ് വരായിട്ടാണല്ലോ മിണ്ടാത്തത്, മുണ്ടിയിട്ടില്ല, വന്നിട്ടില്ല. ആ സന്ദർഭത്തിൽ ഇദാ റസൂലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല മനസ്സിലാക്കണം, 2 റസൂലുണ്ട് കേട്ടോ. ഇദാ, ആ സമയത്ത് റസൂലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ തിരുദൂതരുടെ ഒരു ദൂതൻ, അവിടുന്ന് പറഞ്ഞയച്ച ഒരാള് ഇങ്ങനെ വരണുണ്ട്. ഇന്നെ കൊള്ള ഇങ്ങനെ വരണുണ്ട്. അപ്പൊ ഒരു സമാധാനം, നേരെ വരണണ്ട മനസ്സിലാക്കാല. ചിരിക്കണമൊന്നുമില്ല കേട്ടോ, ചിരിയൊന്നും തുടങ്ങിയിട്ടില്ല. ഫഖാല, അവര് വന്നിട്ട് പറഞ്ഞു, ആമുഖമൊന്നുമില്ല, ആവുന്നില്ല, സലാമും കളിയും ചിരിയൊന്നുമില്ല. ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുറുക അൻ തഅ്തസില ഇംറഅതക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പെണ്ണുങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞു. ഒറ്റ നോട്ടീസ് സർക്കില്, വെടികൊണ്ട കാലിന് വെട്ടും കൊണ്ടു. ഇനി എന്താ ഉള്ളത്? ആകെ ഇപ്പൊ പെരി പോയ ഒരു ചൂടുവെള്ളം കാച്ചു തന്നു ഓളൊരു വർത്താനൊക്കെ പറഞ്ഞാണ്. ഇപ്പൊ ഓളോടും വിട്ടുക. അപ്പൊ ഉടനെ ചോദിച്ചു, നമ്മളാണ് എന്താ പറയാ, ഇന്നോടോ ഞാൻ കെട്ടിയപ്പോഴെന്താ തീർക്കേണ്ടൊക്കെ ഞാൻ തീരുമാനിക്കുന്നറിയ. ഇതല്ല പറഞ്ഞത്, പറ്റോളോ ഒഴിവാക്കാനാണോ പറഞ്ഞത്, അതോ ഞാൻ ഓളോടും മുണ്ടണ്ടെന്നാണോ പറഞ്ഞത് എന്നാ.
ഉണ്ടോ? ഇപ്പൊ ഞാൻ ഉടനെ ഓളെ ത്വലാഖ് ചെല്ലാനാണോ എന്നോട് പറഞ്ഞത്? ആണെങ്കിൽ ത്വലാഖല്ലേ, അതല്ല ധീരത എന്ന് പറയുന്നത്. തന്റെ ആത്മീയ പിതാവ് എന്ന നിലയിൽ പിതാവ് പറഞ്ഞാണ് കേൾക്കുന്ന അർത്ഥം. അമ്മാതാ അഫ്അലു, അതോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഖാല വന്ന മനുഷ്യൻ പറഞ്ഞില്ല, ത്വലാഖ് ചൊല്ലണ്ട, ബൽ ഇഴ്തസിൽഹാ, അവരെ നീ വെടിയ്, ഫലാ യഖറബൻഹാ, പെണ്ണുമായിട്ടുള്ള ഒരു ബന്ധവും പാടില്ല, ഓളുമായി സംസാരിക്കണ്ട, കളിക്കണ്ട, ചിരിക്കണ്ട, കാണണ്ട, വിട്ടു നിന്നേക്കേന്ന് പറഞ്ഞു. സമാനമായ വിവരം എന്റെ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ, ആരാ? മുറാത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹും ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു, ഇവരുടെ വീട്ടിലും പറഞ്ഞയച്ചുകൊണ്ടോ. അപ്പൊ ഞാൻ പരീക്കാണ് കയറി ചെന്നിട്ട് ഭാര്യയോട് പറയാ, സന്ദർഭം ഒന്ന് ആലോചിച്ചോക്കാ നിങ്ങള്. ആ പട്ടണത്തിൽ മദീന ശരീഫുള്ള ഒരു മനുഷ്യനും മിണ്ടണില്ല, പള്ളിക്ക് ചെന്നിട്ട് ഒന്നും അറിയണില്ല. വീട്ടിൽ വന്നാൽ മാത്രം, വീട്ടിൽ ഞാൻ കയറി ചെന്നിട്ട് പറയണെന്താ അറിയോ? പെണ്ണേജ് എന്റെ പരീക്ക് പോയിക്കോ, അന്യം വിട്ട് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട്, ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാണ്, എന്താ വിധി വരാന്ന് അറിയില്ല, ഇജ്ജ് പൊയ്ക്കട്ടോ എന്ന് പറഞ്ഞാണ് പറഞ്ഞേക്കണം. സാധനങ്ങൾക്കെടുത്ത് പൊയ്ക്കോ, ഞാൻ വിളിക്കാനാണ് വരണ്ട്, അന്ന് പോന്നാ മതീന്ന്. അതാ പെണ്ണെ നീ നിന്റെ വീട്ടിൽ പോയിക്കോ, നീ ഓലെടുത്ത് താമസിച്ചോ, പടച്ചോൻ ഈ വിഷയത്തിൽ ഒരു തീരുമാനം കൊണ്ടിട്ട് അപ്പൊ ഞാനാണ് വരണ്ടിട്ടോ. 37 സാധനക്കെടുത്ത് 37 വീട്ടിൽ കണ്ടുപോയി. ഈ വിവരം ഇതേപോലെ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അടുത്ത് എന്ന് പറഞ്ഞ പോലെ ആരെടുത്തു എന്ന് പറഞ്ഞു? മുറാത്ത് റബീഅ റളിയല്ലാഹു അൻഹു ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെയും അരികിൽ ചെന്നു. ഈ രണ്ട് വയസ്സന്മാരല്ലേ? അപ്പോ ഹിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരിട്ട് ചെന്നു നിവേദനം കൊടുക്കാൻ. എന്താ സംഭവം? ശ്രദ്ധിച്ചോളി. ഫജാഅത് ഇംറഅതു ഹിലാൽ ഇബ്നു ഉമയ്യ, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ചെന്നു ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ കാലത്ത് ആ ഭാര്യ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇന്ന ഹിലാൽ ഇബ്നു ഉമയ്യത, ഹിലാൽ ഇബ്നു ഉമയ്യ എന്നവര് ശൈഖുൻ ളായിഉൻ, വളരെ അങ്ങേയറ്റം, ശൈഖ് എന്ന വയസ്സായ, ളായി പറഞ്ഞാല് അബലനായ, വയസ്സനാണെങ്കിൽ നല്ല ചുടുചുറുപ്പുണ്ടാവേ, മനസ്സിലാണ്ടോ? അങ്ങനൊക്കെ ഉണ്ടാവും ഇന്ത്യങ്ങളൊക്കെ മാതിരി. നമ്മള് വയസ്സന്മാരാണെങ്കിലും ചെറുചുറുക്കുള്ളവരാ, മറ്റേങ്ങല്ല വയസ്സിനാണെങ്കിൽ കുത്തിപ്പിടിച്ചുണ്ടാവും, അങ്ങനെ നടക്കണവരായിരിക്കും. അതാ ശൈഖുൻ ളായി എന്ന് പറഞ്ഞാൽ അബലനായ, ഒരു പ്രത്യേക കഴിവും ശക്തിയൊന്നും ഇല്ലാത്ത ഒരാളാകുന്നു. ലൈസ ലഹു ഖാദിമുൻ, ഞാനല്ലാത്തൊരു ഖാദിമും അവർക്കില്ല. അവർക്കൊന്ന് തുണി കുപ്പായം തിരുമ്പി കൊടുക്കാനും, അവർക്കൊന്ന് ഭക്ഷണം കൊണ്ടുവച്ചു കൊടുക്കാനും, ഒന്ന് കുളിപ്പിച്ചു കൊടുക്കാനൊക്കെ ഞാൻ തന്നെ ഉള്ളൂ. ഖാദിമികളുടെ സുഖമാണല്ലോ. ഇപ്പൊ ഞാൻ 10-15 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. രാവിലെ ഒരു ഖാദിം വരും, വൈകുന്നേരം വേറെ ഖാദിം വരും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെ വരിക പോവുക. അവരൊക്കെ ചോദിച്ചു, നിങ്ങളെ മോൻ വന്നില്ലേന്ന് ചോദിക്കും. അവരൊക്കെ വിചാരം മക്കളാണെങ്കിൽ വരണേന്നാണ്. ഞാൻ പറഞ്ഞത് മക്കളൊന്നുമല്ല, എൻ്റെ കൂട്ടുകാരാണ്. കൂട്ടുകാർ മാഷാ അല്ലാഹ് ഹയ്യാക്കുമുല്ലാഹ്, കൂട്ടുകാരെന്താവും ഇങ്ങനെ വരും തന്നെ. കാരണം ഓലിൻ്റെ പാത്രമൊക്കെ പിടിച്ചോണ്ട് വാങ്ങിയിട്ട് ഇന്നെ കേൾക്കാനയക്കൂലേ. അപ്പോൾ ഓരങ്ങൾ വിചാരപ്പോ ഇന്നത്തെ കാലത്തൊക്കെ കൂട്ടുകാർക്ക് പാത്രം മോറി കൊടുക്കുമോ? ആണെങ്കിൽ ചേട്ടൻ മോറി വെച്ചാൽ അറിയില്ലേ. അപ്പൊ ഓൽക്കത് മനസ്സിലാവണില്ല. അപ്പൊ ഒരു ഖാദിമുണ്ടെങ്കിൽ തിരക്കില്ല, ഖാദിമും ഇല്ലായിരുന്നു. ആർക്ക്? എനിക്കല്ലേ. എന്താ ഷാനവാസ് എങ്ങനെ ആയാല് എനിക്കല്ലേ, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിനെ. അതുകൊണ്ട് ഫഹൽ തക്റവന ഖുദമഹു, ഞാൻ അവർക്ക് ഖിദ്മത്ത് ചെയ്ത് കൊടുക്കണേ നിങ്ങൾക്ക് വല്ല വെറുപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കൂല കേട്ടോ. അപ്പൊ ഞാൻ ചോറും വെള്ളമൊക്കെ വെച്ചു കൊടുത്ത്, പിന്നെ തുണിപ്പായൊക്കെ തിരുമ്പി കൊടുത്ത്, ഒന്ന് കുളിപ്പിച്ചോ കൊടുത്തിട്ട് അവിടെ ഇരുത്തിക്കാൻ ഞാൻ പോന്നോളാം. അപ്പൊ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് കുഴപ്പമൊന്നും വലാക്കിൻ ലാ യഖ്റബന്നകി, രണ്ടാളും ഓരോരുത്തർ പോയി കിടന്നുറങ്ങൊന്നും വേണ്ട, കളിച്ചും ചിരിച്ചും വർത്താനം പറയൊന്നും വേണ്ട ഇട്ടാന്ന്. അതായത് ടൈം പാസ് കൊടുക്കണ്ടാന്ന്.